ഹായ് ഓൾ വെൽക്കം ടു ഫാമ ലൈഫ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഈ സേഫ്റ്റി പിന്നും നീഡിൽസും സിസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഐ ഡ്രോപ്സ് ഒക്കെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടുന്ന വിധം അല്ലേ. അതിനകത്തുള്ള ക്യാപ്പിനുള്ളിലെ പിൻ ലൈക്ക് സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഐ ഡ്രോപ്സ് ഒക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന രീതിയും എങ്ങനെയാണ് ഒഴിക്കേണ്ടുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഇരിക്കുന്ന പൊസിഷനിലാണെങ്കിൽ നമ്മുടെ ഹെഡ് ഒന്ന് ബാക്കിലോട്ട് ആക്കിയിട്ട് നമ്മുടെ കണ്ണുകൾ മുകളിലോട്ട് ഉയർത്തിയതിന് ശേഷം നമ്മുടെ ഒരു വിരൽ കൊണ്ട് കണ്ണിൻ്റെ പോള താഴോട്ടൊന്ന് വലിക്കുക. അപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ ഒരു ഡ്രോപ്പ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഒരു ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഇടയിലൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾ ഒരു 2 മിനിറ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഇടയിലായിട്ട് ചെറിയൊരു നേർത്ത ഒരു നാളിയുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു നേർത്ത ട്യൂബുണ്ട്. ആ ട്യൂബിൽ കൂടെയാണ് നമ്മുടെ കണ്ണുനീരൊക്കെ ഒഴുകുന്നത്, മൂക്കിലൂടെ അതിൻ്റെ ഡ്രൈനേജ് പാസ്സാകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡക്റ്റിൻ്റെ പേരാണ് നേസോ ലാക്രിമൽ ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഐ ഡ്രോപ്സ് ഒഴിക്കുമ്പോൾ ഈ മെഡിസിൻ നമ്മുടെ മൂക്കിലൂടെ അത് എത്തുകയും പിന്നെ അത് വായിൽ കൂടെ കയറി നമുക്കൊരു ബാഡ് ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒഴിവാക്കാനാണ് നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഒഴിക്കേണ്ടുന്നത്. നമ്മൾ ഐ ഡ്രോപ്സ് എടുത്തു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. ഇപ്പം ഞാൻ ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഡ്രോപ്സ് എടുത്തു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്കിന്നിലൊന്നും ഇത് ടച്ച് ചെയ്യരുത്. നമ്മുടെ ഫിംഗറൊന്നും ഇതിൻ്റെ ടിപ്പിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന പൊസിഷനിൽ ജസ്റ്റ് നമ്മുടെ ഹെഡൊന്ന് ബാക്കിലോട്ട് ആക്കിയതിനു ശേഷം നമ്മുടെ കണ്ണ് മുകളിലോട്ട് ഉയർത്തിയിട്ട് നമ്മുടെ ഒരു വിരൽ കൊണ്ട് കൺപോള ഒന്ന് താഴോട്ട് വലിക്കുക. എന്നിട്ട് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. ഒരു ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം കണ്ണൊന്ന് അടയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, ഒരു 2 മിനിറ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ മെത്തേഡ് അഡൾട്ട്സിൻ്റെ കേസാണ്. ഇനി കുഞ്ഞു കുട്ടികളുടെ കേസിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് കണ്ണിൻ്റെ ആ ഒരു കോർണറിൽ ഒരു ഡ്രോപ്പ് പ്ലേസ് ചെയ്യുക. ഒരു ഡ്രോപ്പ് പ്ലേസ് ചെയ്തതിന് ശേഷം ഇപ്പം അറിയാവുന്ന കുട്ടികൾക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക കണ്ണൊന്ന് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാന്നുള്ളത്. ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പാരൻസ് തന്നെ കൈകൊണ്ട് ഒന്ന് ഐലിഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ കണ്ണത് മെഡിസിൻ അബ്സോർബ് ചെയ്യുകയും കുഞ്ഞുങ്ങൾക്കത് എഫക്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു ഒരു ഡ്രോപ്പ് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതായത് ഒരു ഡ്രോപ്പ് മാത്രമേ നമ്മുടെ ഈ ഒരു സ്പേസിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഒരു ഡ്രോപ്പ് ഒഴിക്കാൻ പറയുന്നത്. അതിൽ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൽ നിൽക്കത്തില്ല, അത് പുറത്തു പോവുകയേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഒരു ഡ്രോപ്പ് മാത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നിങ്ങൾ ഒന്നിലധികം ഡ്രോപ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ച് 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡ്രോപ്പ് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഡോക്ടർ പറയും ഒരു മെഡിസിൻ തന്നെ 2 ഡ്രോപ്പ് ഒഴിക്കാൻ പറയും. അപ്പം നിങ്ങൾ എന്തോ ചെയ്യേണ്ടേ, ഒരു ഡ്രോപ്പ് ഒഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഡ്രോപ്പ് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡ്രോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 28 അല്ലെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ അത് ഡിസ്കാർഡ് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർമ്മിക്കുന്നത് അണുവിമുക്തമായിട്ടാണ്. അപ്പം നമ്മൾ കൂടുതൽ നാളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത ഐ ഡ്രോപ്പ് കൂടുതൽ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കണ്ടാമിനേറ്റ് ആവുകയും നമ്മളത് വീണ്ടും കണ്ണിൽ ഒഴിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനേ ചാൻസ് വരത്തുള്ളൂ. അപ്പം നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അണ്ടിൽ ദ നെക്സ്റ്റ് ടൈം, താങ്ക് യു.